ശ്രീ നന്ദകുമാർ, ഇവിടെ കൃഷ്ണപ്രസാദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ സിനിമകൾക്കൊക്കെ ഓരോ അജണ്ടയുണ്ട്. അതൊക്കെ ചില ഇസങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചലച്ചിത്ര രൂപീകരണമൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ MDയുടെ കാലത്ത് അത്തരം ഇസങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക അജണ്ടകളോ ഒന്നുമില്ല. സമൂഹം എന്താണോ സാക്ഷ്യപ്പെടുത്തുന്നത്, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അത് കൃത്യമായി രേഖപ്പെടുത്തി ചലച്ചിത്ര രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതൊക്കെ അന്നത്തെ ജനത ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് വലിയ പ്രതിഷേധങ്ങളൊന്നും ഉയർന്നിരുന്നുമില്ല. അപ്പോൾ MD വരച്ചു വെച്ച ഫ്രെയിമുകൾ അവിടെ മലയാളി കൃത്യമായി അത് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ട് അതൊക്കെ സൂപ്പർ ഹിറ്റുകളാക്കി എടുത്തതിൻ്റെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷേ ഇന്നത്തെ സിനിമാ ലോകത്ത് ആ ഫ്രെയിം ചേരുന്നുമില്ല. അപ്പോൾ സിനിമയിൽ MD തുടങ്ങി വെച്ച ആ ഫ്രെയിം ഇന്നത്തെ സിനിമകളിൽ അത് ഇണങ്ങുന്നില്ല. അങ്ങനെ വേണോ പറയാൻ ശ്രീ നന്ദകുമാർ? അത് ആ നിലയ്ക്ക് എടുക്കണം നിർബന്ധമില്ല. കാരണം ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷതയുണ്ട്. MT വാസുദേവൻ നായർ നിർമ്മാല്യം ചെയ്ത സാഹചര്യത്തിലുണ്ടായിരുന്ന കേരളമല്ല ഇപ്പോൾ ഉള്ള കേരളം. അന്നത്തെ കേരളത്തിൽ ഇതിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ത്വര കേരളത്തിൻ്റെ സമൂഹത്തിൽ വ്യാപകമായിരുന്നു. ആ ത്വരയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന നിർമ്മാല്യ സിനിമയിൽ വന്നിട്ടുള്ള വെളിച്ചപ്പാടിന് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ ഭാവാത്മകമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പൊതുസമൂഹം തയ്യാറായിരുന്നു. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയിൽ തകഴിയുടെ സിനിമയാണ്. അതിനകത്ത് എന്താണ് മറ്റേ ഇവരെക്കുറിച്ചുള്ള ഒരു സമുദായത്തെ അധികരിച്ചുകൊണ്ടുള്ള പാട്ടുണ്ട് അതിനകത്ത്. അതിനകത്ത് ഒരു പിഴച്ചു പെറ്റു എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് ഇന്നാണെങ്കിൽ മലയാള സിനിമയിൽ അത് ഇറക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം അരയത്തി പെണ്ണ് പിഴച്ചു പറ്റൂ എന്നുള്ള വാക്കിന്ന് ഉപയോഗിച്ചാൽ അത് വലിയൊരു കുറ്റകരമായിട്ടുള്ള ഒരു വലിയൊരു വിഷയമായിട്ട് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാറുന്നതിൽ സംശയമില്ല. പക്ഷെ അത് അന്ന് തെറ്റായിട്ട് തോന്നിയിരുന്നില്ല. കാരണം അന്ന് ഈ പറയുന്ന സംഭവവികാസങ്ങളെല്ലാം അത് എഴുതിയിരുന്ന അവിടെയാണ് നേരത്തെ MT പറഞ്ഞ വാക്കിൻ്റെ പ്രത്യേകത. ഒരു വ്യക്തിയിൽ നിന്ന് എഴുത്തുകാരനിലേക്കുള്ള മാറ്റം അതാണ്. എഴുത്തുകാരൻ വ്യക്തിയിൽ നിന്നുള്ള വ്യത്യാസം വരുന്ന സമയത്ത് ആ എഴുത്തുകാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യക്തിയും തമ്മിൽ മാറി ദൂരെ നിന്ന് രണ്ടുപേർക്കും മാറി ഇത് വീക്ഷിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് MT വാസുദേവൻ നായർ പറഞ്ഞതിൽ മറ്റൊന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകളെ കുറിച്ചിട്ട് പത്രാധിപരായിരുന്ന MT വാസുദേവൻ നായരുടെ കാഴ്ചപ്പാട്, ആ MT വാസുദേവൻ നായർ വളരെ വിമർശനാത്മകമായിട്ട് തൻ്റെ കഥകളെക്കുറിച്ച് തൻ്റെ വാരികയിൽ താൻ പത്രാധിപരായിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ വീക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ആ കാലത്ത് പ്രത്യേകത. ഇന്നിപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ പത്രാധിപന്മാരിലെ ആർക്കൊക്കെ തന്നെ അവർ സ്വന്തമായിട്ടുള്ള വീക്ഷണങ്ങൾ തന്നെയാണ് പലപ്പോഴും ഇന്ന് അവരെ കഥകളിലും അവരുടെ രചനകളിലും അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ പ്രസിദ്ധീകരണങ്ങളിലും എല്ലാം തുടിച്ചു നിൽക്കുന്നത് സ്വന്തമായിട്ടുള്ള സങ്കല്പങ്ങളെ സംബന്ധിച്ചാണ് എന്നുള്ള പ്രത്യേകത ഈ കാലത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് അത്തരമൊരു രചന വന്നാൽ സ്വാഭാവികമായിട്ടുള്ള രീതിയിലുള്ള എതിർപ്പുണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. നല്ല എക്സാമ്പിളാണ് മാതൃഭൂമി തന്നെ പ്രസിദ്ധീകരിച്ച ഹരീഷിൻ്റെ പുസ്തകത്തെ സംബന്ധിച്ച്. അതിനെ സംബന്ധിച്ച് എതിർപ്പുണ്ടാകാനുള്ള കാരണം എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ കൃതിയും തമ്മിലുള്ള അകലം, അത് തമ്മിൽ കാര്യമായിട്ടുള്ള അകലമില്ല എന്നുള്ള തോന്നൽ പൊതുസമൂഹത്തിലുണ്ട്. അത് തമ്മിൽ നല്ലൊരു അകലമുണ്ടായിരുന്നു എന്നുള്ളതാണ് MT വാസുദേവൻ നായർ കൃതികളുടെ സവിശേഷത. അതുകൊണ്ട് എഴുത്തുകാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു അതിൽ MT എന്ന് പറയുന്ന വ്യക്തി എന്ന് അദ്ദേഹം പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് എഴുത്തുകാരൻ്റെ രചനകളായിട്ട് തന്നെ കാണുവാനായിട്ടുള്ള ഒരു വിശാല ഹൃദയത്വം മലയാളിയെ സംബന്ധിച്ച് അക്കാലത്തുണ്ടായിരുന്നു. ഇക്കാലത്ത് ഇത് തമ്മിലുള്ള അന്തരം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവർക്കത് ഒരേപോലെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, MD തൻ്റെ സാഹിത്യ സപര്യ അല്ലെങ്കിൽ തൻ്റെ ചലച്ചിത്ര ലോകത്തേക്കുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന കാലത്തുണ്ടായിരുന്ന മലയാളികളുടെ സ്വഭാവമല്ല ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്നാണ് EN നന്ദകുമാർ പറയുന്നത്. നമുക്ക്